ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ്. അബ്ദുള്ള എന്ന് തോന്നുന്നു. അബ്ദുള്ള അങ്ങോട്ട് പോകുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ മറ്റേ ഇതൊക്കെ മരമൊക്കെ വെട്ടത്തില്ലേ, അപ്പോൾ അബ്ദുള്ള, അപ്പോൾ അത് അവിടെ നിൽക്കട്ടെ. കഴിഞ്ഞ ദിവസമായി കുറച്ച് ദിവസമായി കേട്ടോ. കുറച്ച് ദിവസമായപ്പം ഞാനിവിടെ ഇങ്ങനെ ഷാപ്പിൽ പോയി ഇപ്പോൾ 2 അടിക്കാനായിട്ടാണ് ചെന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് അടി കഴിഞ്ഞില്ല. അപ്പോൾ ഞങ്ങളുടെ അപ്പൻ്റെ ഒരു കൂട്ടുകാരൻ വന്നു കഴിഞ്ഞിട്ട് അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, വാ ഒരുമിച്ചിരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓർത്ത് ഇത് തന്നെ മാങ്ങാ തേങ്ങ ചമ്മന്തിയാന്ന് തോന്നുന്നു. അതോ ഞാൻ വേറെ പലതും ആലോചിച്ചു, പോട്ടെ, എല്ലാം കൂടെ പറഞ്ഞാൽ ശരിയാകത്തില്ല. എന്നിട്ട് അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ. അപ്പം ഞങ്ങളിങ്ങനെ ഇരിക്കും കേട്ടോ. നമ്മളിങ്ങനെ ഇരിക്കുകയെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇപ്പം കാണിക്കുന്നത്, അല്ലെങ്കിൽ വെളിയിലോട്ട് ഇറങ്ങണം. വെളിയിലാണെങ്കിൽ മുടിയ തണുപ്പുക. അപ്പം ഇങ്ങനെ ഇരിക്കുക. അതായത് ഞാൻ കിഴക്ക് വശത്തും അച്ചായൻ പടിഞ്ഞാറ് വശത്തും. അപ്പോൾ ഈ പടിഞ്ഞാറ് വശത്ത് ഇരിക്കുന്നതിൻ്റെ അച്ചായൻ്റെ തൊട്ട് പുറകെ ഒരു വലിയ വിൻഡോ ഉണ്ട് കേട്ടോ, വലിയ വിൻഡോ. അപ്പം ഈ വിൻഡോയുടെ തൊട്ട് പുറയിൽ അപ്പം ഞങ്ങൾ പിന്നെ ഓരോന്നുകൂടെ മേടിച്ചു കേട്ടോ. മേടിച്ചു. എന്നിട്ട് ഞാനൊന്ന് മേടിച്ചു കേട്ടോ. അത് മേടിച്ചല്ല, പുള്ളി എനിക്ക് ഓഫർ ചെയ്താൽ. അപ്പം അങ്ങനെ ഞാനൊന്നുകൂടെ മേടിച്ചു. അങ്ങനെ ഓഫർ ചെയ്തു. അപ്പം ഞാനിങ്ങനെ മേടിച്ചിങ്ങനെ ഞങ്ങൾ പതുക്കെ ഓരോ പണ്ടത്തെ കഥകളും കാര്യങ്ങളും ഈശോയെ പോകുന്നു വേണ്ട പിശാചി. അപ്പം രാവിലെ ഏതാണ്ട് കരക്കമ്പി ഉണ്ടാക്കാൻ പോവാ. മുതുകോഴി കണ്ടപ്പോഴേ കാറുകാരൻ വിട്ടുപോയി. അയ്യോ, അത്ര ഭയങ്കര സാധനമാണ്. അയ്യോ, നടക്കും ഈ മറ്റേ വേണ്ട, നമ്മൾ വെറുതെ ആവശ്യമില്ലാത്തതൊന്നും പറയണ്ട. അപ്പം എന്നിട്ട് ഞങ്ങളിങ്ങനെ വർത്താനം പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ കിഴക്കൂന്ന് പടിഞ്ഞാട്ട് നോക്കിയിരിക്കുകയാണല്ലോ അല്ലേ. അങ്ങനെയൊക്കെ അങ്ങോട്ട് പറഞ്ഞു. എനിക്കൊരു സംശയം. അതെ. അപ്പം അച്ചായൻ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പം ഈ ജനലിൻ്റെ തൊട്ടപ്പുറത്തുനിന്ന് അങ്ങോട്ട് നോക്കിയാൽ, അതായത് പടിഞ്ഞാറോട്ട് നോക്കിയാൽ, ചമ്പക്കുളം റോഡിലോട്ട് നോക്കുമ്പോഴേ രണ്ട് യുവമിഥുനങ്ങൾ കേട്ടോ, 2 യുവമിഥുനങ്ങൾ. അപ്പം ഒരു 2 പച്ചയും 2 യുവമിഥുനങ്ങളാണ്. അപ്പം അവർ ഇനിയിപ്പോൾ എൻ്റെ കൂട്ടുകാരൻ്റെ മക്കളോ വല്ലതും ആണോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഇരിക്കുന്ന വീട് എൻ്റെ കൂട്ടുകാരൻ്റെ വീടാണ്. അപ്പം ഞാനിങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. ഇവർക്ക് എന്തൊക്കെയോ ഇങ്ങനെ ഈ മറ്റേ വികാര നൗകയുമായി തിരമാലകളാടിയുലഞ്ഞു കണ്ണീരുപ്പു കലർന്നൊരു മണലിൽ. അപ്പം അവിടം വരെ വന്നില്ല, ഇത്ര വന്നുള്ളൂ. അപ്പം അതിനിപ്പം എന്നിട്ട് ഈ കൊച്ചിനെ ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ പിടിക്കുക കേട്ടോ. ഇങ്ങനെ പിടിച്ചിട്ട് മറ്റേ ബ്രേക്ക് ഡാൻസ് തന്നെ ബെല്ലി ഡാൻസോ അത് കഴിഞ്ഞിട്ട് മുമ്പോട്ട് മാറി കേട്ടോ. മുമ്പോട്ട് മാറിയിട്ട് ഒരു പാട്ടാ, ടോ വെള്ളിച്ചില്ലും വിതറി തുള്ളിത്തുള്ളി ഒഴുകും ഒരു നുര ചിതറും കാട്ടരുവി പറയാ. പിന്നെ അങ്ങോട്ട് എന്നാ പ്രണയമായിരുന്നു അറിയാം എൻ്റെ മുടിഞ്ഞ മോനെ. ഇങ്ങനത്തെ ഒരു പ്രണയം അയ്യോ ഞാൻ പലതും കണ്ടിട്ടുണ്ട്, പക്ഷേ ഈ ഫ്രെയിം ചെയ്തത് ആദ്യമായിട്ടാണ്. അപ്പം എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. താമസിക്കാതെ നമ്മുടെ ചാനലുണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തേക്ക് ഇതിരിക്കട്ടെ, നാളെ വേറെ. സൈനിങ് ഓഫ് ചെയ്യാം, അത് പറയാൻ പറഞ്ഞു. സൈനിങ് ഓഫ് ഏട്ടൻ.